PCWF അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ വനിതാ കമ്മിറ്റി വിവിധ പരിപാടികളോടെ വനിതാ ദിനം ആചരിച്ചു. വനിതാ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിരവധി ഉൽപ്പന്നങ്ങൾ സ്വന്തം പ്രയത്നഫലമായി തന്റെ വീട്ടിൽ നിന്ന് തയ്യാറാക്കി വിപണിയിലെത്തിച്ച് കുടുംബം പോറ്റുന്ന എവർഗ്രീൻ ജോയിന്റ് കൺവീനർ കൂടിയായ AK റാഹിന ഷിഹാബിനെ ശ്രേഷ്ഠ സംരംഭക വനിതാ പുരസ്കാരം നൽകി ആദരിച്ചു. നിളാപാതയോരത്തെ ICSR ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ വ്യവസായ ഡെപ്യൂട്ടി ഡയറക്ടർ സ്മിത P ഉദ്ഘാടനം ചെയ്തു. ഇപ്പം കുറച്ചൊരു ഫേക്ക് ഫെമിനിസം, യഥാർത്ഥ ഫെമിനിസം അല്ലേ, യഥാർത്ഥ ഫെമിനിസം എന്താണെന്ന് അറിയാത്തവർ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയാനേ യഥാർത്ഥ ഭക്തി എന്താണെന്ന് അറിയാത്തവരാണ് കാട്ടിക്കൂട്ടുക എന്ന് പറയും. അതേപോലെ യഥാർത്ഥ ഫെമിനിസം എന്താണെന്ന് അറിയാത്ത ആളുകളുടെ ചിലർ കപട ഫെമിനിസത്തിന്റെ ഭാഗമായിട്ട് എന്താ പറയുന്നത്, നമ്മൾ കടമകൾ വേണ്ട, സ്നേഹം വേണ്ട, ബന്ധങ്ങൾ വേണ്ട, നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്നാണ് പറഞ്ഞത്. അതല്ല ഒരു വനിതാദിന സന്ദേശം അല്ലെ. നമ്മുടെ കൂടെ ഉള്ളവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് അതോടൊപ്പം എന്താണ് നമ്മളായിട്ട് ജീവിക്കുക, അതാണ് യഥാർത്ഥ വനിതാദിനം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ കൂടി ചെയ്യേണ്ടി വന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇപ്പൊ എന്റെ ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഹസ്ബൻഡ് ആണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം എങ്കിൽ അദ്ദേഹം അവിടെ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുമോ? അദ്ദേഹം അവരോട് പറയും എനിക്ക് ഇങ്ങനെ ഒരു പരിപാടി ഞാൻ പോട്ടെ എന്ന്. പക്ഷെ എനിക്ക് അതിന് പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം ടൈം മാനേജ് ചെയ്തിട്ട് പോരാൻ നോക്കണം. കോസ്റ്റൽ പോലീസ് സിവിൽ ഓഫീസർ ഖമറുന്നീസ മുഖ്യാതിഥിയായിരുന്നു. ഞാൻ വളർന്നു വന്നത് എന്റെ ഭർത്താവും എന്റെ ഉപ്പയും പള്ളിയിലും ഉസ്താദുമാരാണ്. പറയാതെ വരിക ഞാൻ ഈ ജോലി തെരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ഞാൻ എഴുതി PSC ആയിരുന്നു, പോലീസ് കോൺസ്റ്റബിളിന്റെ. കഷ്ടകാലത്തിന് അത് തന്നെ കിട്ടും ചെയ്തു. അപ്പോ ഇത് വന്നപ്പോഴ് ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും കുറെ ആൾക്കാർ നമ്മളെ പിന്നോട്ട് വലിക്കാണ്ടാവും. ഞങ്ങളുടെ ഈ റിലീജിയസ് ഫാമിലി ആയത് കാരണം എല്ലാവരും, എന്റെ ഉമ്മ അടുത്ത് എന്നോട് പറഞ്ഞു ഈ ജോലിക്ക് പോകണ്ട, കട്ടടാതെ ഞങ്ങളുടെ മുന്നിൽ കൂടെ നീ നടക്കുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ആ നാട്ടിൽ ഉസ്താദിന്റെ മോളായി ഞാൻ കട്ടടാതെ ജോലിക്ക് പോകാന്ന് പറഞ്ഞാല് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സമൂഹം ആയിരുന്നില്ല എന്റെ ചുറ്റും. പക്ഷെ എന്റെ ഉപ്പ മാത്രം എന്നോട് പറഞ്ഞു നീ പൊയ്ക്കോ. ഞാനിതിന്റെ ഈ എല്ലാത്തിനും ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഫിസിക്കൽ ടെസ്റ്റ് ഞാനൊരു ആദ്യം ഒരു പ്രൈവറ്റ് സ്കൂൾ അധ്യാപികയായിരിക്കുമ്പോഴാണ് TTC ആയിട്ട് ഞാൻ ജോലിക്കാറുണ്ട്. വെറുതെ PSC ചെയ്തപ്പോഴാണ് ആദ്യം കിട്ടുന്നത്. 9 എണ്ണം ലിസ്റ്റിൽ വന്നിട്ട് ആദ്യം അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നത് ഈ പോലീസ് കോൺസ്റ്റബിളിന്റെ ആയിരുന്നു. അപ്പൊ ഞാനത് എടുത്തു. പക്ഷെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഞാൻ ആ PSC ചെയർമാന്റെ കുട്ടീനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അയാളോട് വിളിച്ച് എല്ലാവരും ട്രാക്ക് സ്യൂട്ടും ബനിയനും ഇട്ടപ്പോ ഞാൻ സാരി എടുത്തിട്ടാണ് ഫിസിക്കൽ ടെസ്റ്റിന് പോയത്. കാരണം വീട്ടിൽ ഫിസിക്കൽ ടെസ്റ്റിന് പോകുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ മെഡിക്കലും കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത് ഇങ്ങനെ ജോലി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഈ ആക്രമണം എനിക്ക് അറിയായിരുന്നു. കാരണം തട്ടമില്ലാത്ത ജോലി അത് വലിയൊരു പ്രശ്നമാണ്. പക്ഷെ എന്റെ ഉപ്പ മാത്രം, എന്റെ ഉസ്താദാണ് എന്റെ ഉപ്പ പറഞ്ഞു എന്റെ മോള് പൊയ്ക്കോ. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിൽ എത്തുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ ഭർത്താവിന്റെ ഉപ്പയും എന്റെ ഉപ്പയും തന്നെയാണ്. എന്റെ ഉപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്നെ ഈ ഡ്രസ്സിലൊന്ന് കാണാൻ. അപ്പൊ ഇടയ്ക്ക് പറയും ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്, എനിക്ക് നീ ഒന്ന് അങ്ങോട്ട് വാ, മലപ്പുറത്ത് എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോ ഞാനിന്ന് പോകും. കാരണം നമ്മളെ വിശ്വാസം, ഞാൻ 5 നേരം നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന ഒരു നല്ല മുസ്ലിമാണ്. എന്റെ എല്ലാ വിശ്വാസങ്ങളും ഞാൻ മുദ്രപിടിക്കുന്നു. ഏതൊരു മതവും ചീത്തതൊന്നും പഠിപ്പിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. എല്ലാ ഇതിലും വേണ്ടിയുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എല്ലാ മതവും നല്ലതാണ് പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും മതം വേണ്ടാത്ത ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രസിഡന്റ് T മുനീറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ P കോയക്കുട്ടി മാസ്റ്റർ, P ബീവിക്കുട്ടി ടീച്ചർ, ശാരദ ടീച്ചർ, P അബ്ദുൾ T, TV സുബൈർ, ഹനീഫ മാളിയേക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. S ലതാ വിജയൻ സ്വാഗതവും മാലതി വട്ടംകുളം നന്ദിയും പറഞ്ഞു. അല്ല, ശരിക്കും ഏറ്റവും വലിയതാരാ? മെസ്സിയാണോ റൊണാൾഡോ ആണോ? അതെ, രണ്ടുപേരല്ല. പിന്നെ ആരാ? ഏറ്റവും വലുത് ഫാമിലിയാണ്. അതെ, ഏറ്റവും വലുത് ഫാമിലിയാണ്. വലിയ ഷോറൂം, വലിയ സൗകര്യങ്ങൾ, വലിയ ഫാമിലി തിരൂരിൽ. ഫാമിലി വെഡിംഗ് സെന്റർ.